RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവതിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് USCIRF അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷനാണ് രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിനെതിരെ ഉപരോധ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മോഹൻ ഭാഗവതിന്റെ സന്ദർശന വേളയിൽ ഇത്തരമൊരു ശുപാർശ ഉയർന്നു വന്നത് നയതന്ത്ര തലത്തിലും രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക് സംഘം അഥവാ RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവതിന്റെ വിദേശ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വൻ നയതന്ത്രപരമായ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് USCIRF അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 25 മുതൽ ആരംഭിക്കുന്ന അമേരിക്ക, കാനഡ, UK സന്ദർശനത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 29 ന്യൂയോർക്കിൽ നടക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാനിരിക്കെയാണ് US സമിതിയുടെ ഈ നിശിതമായ നീക്കം. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷൻ അധ്യക്ഷൻ ആസിഫ് മഹ്മൂദും കമ്മീഷണർ ജീൻ മിൽസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് തങ്ങളുടെ കടുത്ത നിലപാട് പരസ്യമാക്കിയത്. RSS നേതാക്കൾക്കോ അനുബന്ധ പ്രവർത്തകർക്കോ യാതൊരുവിധ നയതന്ത്ര ആനുകൂല്യങ്ങളോ ഔദ്യോഗിക ഉന്നതല കൂടിക്കാഴ്ചകളോ അനുവദിക്കരുതെന്ന് സമിതി അമേരിക്കൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ RSSന്റെ ഉപസംഘടനകളാണെന്ന ഗുരുതരമായ ആരോപണമാണ് USCIRF ഉന്നയിക്കുന്നത്. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സന്ദർശനം ആരംഭിക്കാനിരിക്കെ അമേരിക്കൻ ഉപദേശക സമിതിയിൽ നിന്ന് എത്തിയ ഈ റിപ്പോർട്ട് വാഷിംഗ്ടണിലും ന്യൂഡൽഹിയിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷൻ RSSനെതിരെയുള്ള ഉപരോധ ശുപാർശയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി നടക്കുന്ന അക്രമ സംഭവങ്ങളിലും വിദ്വേഷ പ്രചാരണങ്ങളിലും RSSുമായി ബന്ധപ്പെട്ട വിവിധ പോഷക സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് US സമിതിയുടെ റിപ്പോർട്ടുകൾ ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ ഹിന്ദു സംഘടനയായ അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെന്റ് ആൻഡ് ഡയലോഗ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന മോഹൻ ഭാഗവതിന്റെ സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന അവകാശ സംരക്ഷണ ഗ്രൂപ്പും രംഗത്ത് വന്നിട്ടുണ്ട്. RSSും അനുബന്ധ സംഘടനകളും നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും വിദ്വേഷ നടപടികളിൽ നിന്നും ഈ സന്ദർശനത്തെ വേർതിരിച്ച് കാണാൻ കഴിയില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. ഇതാദ്യമായല്ല USCIRF ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലും ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യ ലംഘനത്തെ നിശിതമായി വിമർശിച്ച കമ്മീഷൻ RSSനും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്കുമെതിരെ സാമ്പത്തിക യാത്രാ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഔദ്യോഗികമായി ശുപാർശ ചെയ്തിരുന്നു. US ഭരണകൂടത്തിന് വിദേശ നയരൂപീകരണത്തിനും സാംസ്കാരിക വിലയിരുത്തലുകൾക്കും നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമുള്ള സ്വതന്ത്ര ഉപദേശക ഏജൻസിയാണ് USCIRF. എങ്കിലും ഇത്തരം ഉപരോധ ശുപാർശകളിൽ ഭരണഘടനാപരമായ നിർണായക അന്തിമ തീരുമാനങ്ങൾ എടുക്കേണ്ടത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മോഹൻ ഭാഗവതിന്റെ US സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട് എന്താകുമെന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടാനും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമമായാണ് ഇന്ത്യ ഇത്തരം വിവരങ്ങളെ വിലയിരുത്തുന്നത്. എന്നാൽ മോഹൻ ഭാഗവതിന്റെ സന്ദർശന വേളയിൽ തന്നെ ഈ വിഷയങ്ങൾ സജീവമാകുന്നത് നയതന്ത്രതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. US സമിതിയുടെ ഉപരോധ ശുപാർശയിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതുതരം നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ഇനി പ്രധാനം. മോഹൻ ഭാഗവതിന്റെ US സന്ദർശനവും അതിനോടനുബന്ധിച്ചുള്ള നീക്കങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വീക്ഷിക്കുകയാണ്.